നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതിസ് കുക്കറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ മധുരവും ഉപ്പും പുളിയും പിന്നെ എരിവൊക്കെ അടങ്ങുന്ന ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുളിഞ്ചിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ സദ്യയിൽ എന്തായാലും ഉണ്ടാവുന്ന ഒരു വിഭവമാണ് പുളിഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിയോട് കൂടി തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ സദ്യയിൽ നമുക്ക് ഒരു വിഭവത്തിൻ്റെ പണിയൊക്കെ പെട്ടെന്ന് തന്നെ തീർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ കാണുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് വെച്ചാൽ ഈ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഒരു ബെല്ലൈക്കണും കൂടി വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുളിഞ്ചി ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാത്രം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മൺചട്ടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നിങ്ങൾക്ക് താല്പര്യമില്ലാന്ന് വെച്ചാൽ മറ്റേതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. ഇനി വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 8 ടേബിൾ സ്പൂൺ ആണ് വരുന്നത്. അതായത് 1/2 കപ്പ് ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ കുന്താക്കി അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 2.5 മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 2.5 മിനിറ്റിന് ശേഷം ഇതുപോലെ നീളത്തിലുള്ള ഒരു 4 പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലോട്ട് ചേർക്കാണ്. അപ്പോൾ പച്ചമുളകിൻ്റെ കണക്കൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റമൊക്കെ വരുത്താം. ഇനി ഇഞ്ചിയുടെ കളർ മാറി വരുന്നവരെ നന്നായിട്ട് തന്നെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇത് അടിക്ക് പിടിക്കാതിരിക്കാനൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാളംപുളി ഒന്ന് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മുന്നേ തന്നെ, അതായത് ഒരു 25-30 മിനിറ്റ് മുന്നേ തന്നെ കുറച്ച് ചൂടുവെള്ളത്തിൽ, അതായത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ വാളംപുളി ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുളി എടുക്കുമ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്താൽ മതി. അതിങ്ങനെ ചൂടുവെള്ളത്തിൽ ഇത്ര നേരം കുതിർന്നപ്പോൾ തന്നെ ഇതിന്ന് എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിൽ മുഴുവനായിട്ട് സത്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞ് റെഡിയാക്കി മാറ്റി വയ്ക്കുക. അങ്ങനെ ഇഞ്ചിയുടെ കളറൊക്കെ ഇതുപോലെ നന്നായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത്, ഇതുപോലെ ആവണ സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാണ്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതിയൊക്കെ ചേർത്താൽ മതിയാവും. കൂടുതൽ നമുക്ക് ഇതിൽ ആവശ്യമില്ല. അപ്പോൾ പൊടികൾ ഇടുന്നതിന് മുന്നേ തന്നെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ഒന്നുകിൽ ഫ്ലെയിം ലോയിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മൂക്കണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പം അങ്ങനെ ഇത് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. 1 മിനിറ്റ് ആവുന്നതോടൊപ്പം തന്നെ ഇത് നന്നായിട്ട് ഒരു മൂത്ത മണം വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് വെള്ളത്തിൽ തന്നെ വെച്ചിട്ട് ആ പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ ഒരു 1/2 കപ്പ് പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ തന്നെ പിഴിഞ്ഞിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, ആ പുളിയിലോട്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അതും കൂടി ഈ സമയത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. മൊത്തത്തിൽ നമ്മൾ 1 കപ്പ് പുളിവെള്ളാട്ടപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക. അപ്പോൾ പുളിഞ്ചി എന്ന് പറയുന്നത് ഉപ്പും എരിവും പുളിയും പിന്നെ മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ചെങ്കിലും മധുരം വേണം. അപ്പോൾ അതിനായിട്ട് ഇത്രയും ശർക്കര ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തീരുമാനിക്കാം. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വറ്റി കുറുകണ വരെ നമ്മളിത് തിളപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന ശർക്കര ഉരുക്കി വരുമ്പോൾ നമ്മൾ ഇതിൽ മധുരമൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ മധുരം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി മധുരം വേണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി.
അപ്പം അങ്ങനെ ഈ പുളിയൊക്കെ ഇങ്ങനെ തിളച്ച് വറ്റി കുറുകി ഈ ഒരു പരിവാവണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇത് ഇരുന്നിട്ട്, അതായത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകി വരും. ഈ സമയത്ത് തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്രയുള്ള വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്രത്തോളം അളവിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ മധുരത്തിനൊക്കെ മാറ്റം വരുത്താം. ഇനി ഇതൊന്ന് താളിച്ചും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി റെഡിയാവും. അതിനായിട്ട് ചീനച്ചട്ടി ചൂടാവുമ്പോൾ നമുക്കിതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു നാടൻ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വെളിച്ചെണ്ണ താല്പര്യമില്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വേറെ ഓയിലൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പം അങ്ങനെ കടുകൊന്ന് പൊട്ടിക്കഴിയുന്നതോടുകൂടി ഇതിലോട്ട് കുറച്ച് വേപ്പിലയും 2-3 വറ്റൽമുളകും കൂടിയിട്ട് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. ഇതും കൂടി പുളിയിഞ്ചിയിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമുക്ക് കുറഞ്ഞ സമയം മതി. ഇപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു പുളിയിഞ്ചിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഇതിനേക്കാളും കുറച്ചും കൂടി സമയം കൂടുതൽ എടുക്കുന്നതാണ്. പക്ഷെ അത് കുറേ നാൾ കേടാവാതിരിക്കുന്ന രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതും ഈ പുളിയിഞ്ചിയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. രണ്ടും 2 ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും രണ്ടിലേതെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്കോ അല്ലെങ്കിൽ മെയിൽ ID ഞാൻ താഴെ കൊടുക്കാം, അതിലേക്കോ ഒന്ന് അയച്ചു തരണം. അപ്പോൾ ഞാനത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫോട്ടോ ഒക്കെ അയച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.